നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിരോധിത പാൻ മസാല മൊത്തവിൽപ്പനക്കാരനെ കൊടുങ്ങല്ലൂർ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടി. എസ്പുരം പോഴങ്കാവ് സ്വദേശി കോനക്കാട്ടുപറമ്പിൽ ഉസ്മാനാണ് പിടിയിലായത്. മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ വാർഡ് സമ്മേളനം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ കർഷക സഹായ കേന്ദ്രം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. നിരോധിത പാൻ മസാല മൊത്തവിൽപ്പനക്കാരനെ കൊടുങ്ങല്ലൂർ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടി. എസ്പുരം പോഴങ്കാവ് സ്വദേശി കോനക്കാട്ടുപറമ്പിൽ ഉസ്മാനാണ് പിടിയിലായത്. തീരദേശ മേഖലയിലെ സ്കൂളുകളും പരിസരങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തടയുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കൊടുങ്ങല്ലൂർ CI NS സലീഷിന്റെ നേതൃത്വത്തിലുള്ള മതിലകം SI MK ഷാജി, ജൂനിയർ SI ശ്രീകാന്ത്, സീനിയർ CPOമാരായ ഹബീബ്, സിജുകുമാർ, സജയൻ, മുഹമ്മദ് അഷറഫ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇന്നുച്ചയ്ക്ക് ചെറുകിടക്കാർക്കായി സ്കൂട്ടറിൽ ചാക്കിൽ കെട്ടിക്കൊണ്ടുപോകുവാൻ നിൽക്കെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 700 പാക്കറ്റുകൾ പിടികൂടി. ഇയാളിൽ നിന്നും അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും കൂടുതൽ വിൽപ്പനക്കാർ ഉടൻ പിടിയിലാവുമെന്നും CI NS സലീഷ് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ അഴീക്കോട് നിന്നും കൊടുങ്ങല്ലൂർ നിന്നും CIയും പാർട്ടിയും 2000-ഓളം വരുന്ന ഹാൻഡ്സ് പാക്കറ്റുകൾ പിടികൂടിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഈ വേട്ട. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് 11-ാം വാർഡ് സമ്മേളനം നടത്തി. ഇതോടനുബന്ധിച്ച് പതാക ഉയർത്തൽ, ഖബർ സിയാറത്ത്, പദയാത്ര, ഇശൽ വിരുന്ന്, കുടുംബസംഗമം എന്നിവ നടന്നു. ഉച്ചതിരിഞ്ഞ് നടന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കാനുള്ള വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യുജ്വലമായ രീതിയിൽ ഒരു പദയാത്രയും അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സമ്മേളനവും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 11-ാം വാർഡ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പയിൻ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാരവാഹികളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തകന്മാരെയും ആദ്യമായി അഭിനന്ദിക്കാൻ, ആദ്യമായി അവരെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. മുസ്ലിം ലീഗ് 11-ാം വാർഡ് പ്രസിഡന്റ് CB മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഫൈസൽ ബാബു തിരൂർ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് PB താജുദ്ദീൻ പെൻഷൻ വിതരണവും യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KK അഫ്സൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. AB ഹൈദ്രോസ്, ബാബു കിഷോർ, KA പുരുഷോത്തമൻ, സെയ്ദ് മുഹമ്മദ് ഹാജി, ഹസീന ടീച്ചർ, PM സൈനുദ്ദീൻ, KY നാസർ, EH മുഹമ്മദ് റാഫി, EA ഷിഹാബ്, PA ജസീൽ, KA മുസ്തഫ എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ കർഷക സഹായ കേന്ദ്രം ആരംഭിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തിയുടെ നെല്ലറയായി അറിയപ്പെടുന്ന നാട്ടികയുടെ നെല്ലറയായി അറിയപ്പെടുന്ന എടത്തിരുത്തി തീർച്ചയായിട്ടും ഈ ഭരണസമിതി വന്നതിന് ശേഷം തന്നെ 3 പാടശേഖര സമിതികളും വിവിധങ്ങളായിട്ടുള്ള കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. MKSP പദ്ധതി വളരെ വിജയകരമായിട്ട് ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ എടത്തിരുത്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടപ്പാക്കി വിജയിക്കുന്നത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള അവർക്ക് പ്രചോദനമുണ്ടാകുന്ന തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ അധ്യക്ഷത വഹിച്ചു. CDS മെമ്പർ സെക്രട്ടറി KK മൂണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കർഷക സഹായ കേന്ദ്രത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മായിൽ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഹരി, പഞ്ചായത്ത് സെക്രട്ടറി U നാരായണൻ, CDS ചെയർപേഴ്സൺ ഐഷ B മുഹമ്മദ്, ഗീത മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ക്ലീൻ കേരള സേഫ് കേരള പദ്ധതിയുടെ മതിലകം ബ്ലോക്ക് തല ഉദ്ഘാടനം പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളേറെ മുന്നിലാണെന്ന് ഈ ഇന്നത്തെ അവസരത്തിലും കൂടി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു.
അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഡോക്ടറും അതുപോലെ തന്നെ ഹെൽത്ത് സൂപ്രണ്ടൊക്കെ തന്നെ നമ്മളോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. നമുക്കറിയാം നമ്മൾ വ്യക്തി ശുചിത്വത്തിൽ നമ്മൾ ഏറെ മുന്നിലാണ് അല്ലേ. നമ്മുടെ ശരീരം വളരെ വൃത്തിയായി സൂക്ഷിക്കാനും അതുപോലെ തന്നെ വസ്ത്രധാരണത്തിലും നമ്മൾ വളരെ വൃത്തിയോടുകൂടി 2 നേരം കുളിക്കലും 2 നേരം വസ്ത്രം മാറലൊക്കെ തന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത്തരം ഒരു ശുചിത്വം നമ്മുടെ പരിസര ശുചിത്വത്തിൽ നമ്മൾ ആരും പാലിക്കപ്പെടുന്നില്ല. അതിപ്പോൾ ഒരു വ്യക്തി മാത്രം വിചാരിച്ചതുകൊണ്ട് പരിസരം അങ്ങനെ. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാനു എം പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ വൈ അബ്ദുൾ ജമാൽ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സന്തോഷ്, ബിഞ്ചു സി ജേക്കബ്, രാജഗോപാൽ, ബിജോയ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പെരിഞ്ഞനം RMVHS സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആശുപത്രി പരിസരം വൃത്തിയാക്കി. SYS SKSSF സമസ്ത ഇസ്ലാമിക് സെന്റർ പുത്തൻപള്ളി മഹൽ യൂണിറ്റും സംയുക്തമായി ക്യാൻസർ രോഗനിർണയവും ബോധവൽക്കരണവും നടത്തി. കയ്പമംഗലം MIC ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PB താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ രോഗം വരാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മൾ ആഗ്രഹിക്കാതെ നമ്മുടെ ആഗ്രഹം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളറിയാതെ നമ്മളെ തേടി വരുന്ന ഒന്നാണ് രോഗം. അതിൽ നമ്മൾ ഏറ്റവും മാരകമായി കാണുന്നത് ക്യാൻസറാണ്. ഇവിടുത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മളൊരു പക്ഷെ ആരും ഇതിൽ നിന്ന് മുക്തരല്ല. ഇന്നത്തെ ഭക്ഷണ രീതിയും ജീവിതക്രമവും ഒക്കെ നമ്മൾ തന്നെ രോഗം ക്ഷണിച്ചു വരുത്തുക. പക്ഷെ ഇതിനൊക്കെ പ്രതിവിധിയും ഇതിന്റെ പരിഹാരവും ഒക്കെ ഉണ്ട് എന്ന് നമ്മുടെ കൺമുമ്പിലുള്ള അനുഭവങ്ങൾ നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള രോഗങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ അത് വരാതിരിക്കാനും വന്നാൽ ചികിത്സിക്കാനുമുള്ള മാനസികമായ തയ്യാറെടുപ്പാണ് നമുക്ക് ആവശ്യം. SYS പുത്തൻപള്ളി മഹല്ല പ്രസിഡന്റ് ബഷീർ പുന്നിലത്ത് അധ്യക്ഷത വഹിച്ചു. PM റഫീഖ്, UI ഷിഹാബ്, EC ഖാദർ ഹാജി, ബീരാൻ ഹാജി, TMA ഗഫൂർ, KE റഷീദ്, മുബാറക് എന്നിവർ സംസാരിച്ചു. എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിലെ ക്യാൻസർ വിഭാഗം തലവൻ പ്രൊഫസർ CS മധു ക്യാമ്പിന് നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള.